ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ളത് ദീർഘകാല സഹകരണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ. ഷിയാബ് തങ്ങളുടെ കാലത്ത് മുസ്ലിം സൗഹൃദവേദി മുതൽ തുടങ്ങിയതാണ് ജമാഅത്തുമായുള്ള ബന്ധം. ജമാഅത്തെ ഇസ്ലാമി UDFന് വോട്ട് ചെയ്യുന്നത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, ഇപ്പോൾ ഈ ബൈറ്റ് വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വിവരങ്ങൾ. തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൻ്റെ പേരിൽ ലീഗിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് മാതൃഭൂമി ദിനപത്രത്തിൽ നൽകിയ വിശദമായ അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ചോദ്യമുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, SDP തുടങ്ങിയ സംഘടനകളുടെ ലീഗിൻ്റെ സമീപനം എന്നായിരുന്നു ചോദ്യം. അതിൽ അദ്ദേഹം നൽകിയ മറുപടി, ജമാഅത്തെ ഇസ്ലാമിയും ലീഗിൻ്റെ ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല. ശിഹാബ് തങ്ങളുടെ കാലത്ത്, മുഹമ്മദ് ശിഹാബ് തങ്ങളാണ് ഉദ്ദേശിച്ചത്, കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുസ്ലിം സൗഹൃദവേദി രൂപീകരിച്ചിരുന്നു. അത് മുസ്ലിങ്ങളുടെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ്. അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് വളരെ നേരത്തെ ഉള്ളതാണ്. തൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയ മുസ്ലിം സൗഹൃദ വേദി മുതൽ തന്നെ വ്യത്യസ്ത കാര്യങ്ങളിൽ യോജിച്ച് മുന്നോട്ട് പോകാനുള്ള ഇതിൻ്റെ മുസ്ലിം സംഘടനകളുടെ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് അവരുമായി സഹകരിച്ചു തുടങ്ങിയത്. ആ സഹകരണം തുടരുന്നു എന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അത് UDFന് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് കുറച്ച് നാളായി. അതിന് നിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. അതായത് ഈ നടക്കുന്ന മുഖ്യമന്ത്രി അടക്കം CPM നടത്തുന്ന അതിശക്തമായ വിമർശനം, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സഹകരണത്തെ ചൊല്ലിയുള്ള വിമർശനം, അത് ലീഗിനെ വിപത്തിലേക്ക് നയിക്കും എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾക്ക് ശേഷവും ജമാഅത്തുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ സഹകരണം എന്നുള്ളത് നേരത്തെ ഉള്ളതാണെന്നും അത് തുടരുന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്തിരിക്കുന്നത്. ശരി അസ്ലം. ദീർഘകാല സഹകരണമുണ്ട് എന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നൽകിയ അഭിമുഖത്തിന്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമി UDFന് വോട്ട് ചെയ്യുന്നത് നിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ബന്ധം, ഈ ഒരു സൗഹൃദവേദി, മുസ്ലിം സൗഹൃദവേദി എന്നത് ശിഹാബ് തങ്ങളുടെ കാലത്ത് മുതൽ തുടങ്ങിയതാണ് എന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം ഈ ജമാഅത്തെയുമായി SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയും UDFനൊപ്പം എന്നൊക്കെയുള്ള വളരെ വിവാദമായ പ്രസംഗം നടത്തിയിരുന്നത്. വലിയ തോതിൽ UDFനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. ഈ ജില്ലാ സമ്മേളനം താനൂരിൽ, മലപ്പുറത്തിന്റെ സമ്മേളനം നടന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനുശേഷം പല രീതിയിൽ ലീഗ് നേതാക്കൾ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി ഇതിൽ സംസാരിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം വിഭാഗം അംഗീകരിക്കാറില്ല, പക്ഷേ ലീഗിന് ഇപ്പോൾ അവരോട് വല്ലാത്ത പ്രതിബദ്ധതയാണ്, പല കാര്യങ്ങളും പരസ്പരം ആലോചിച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.